ചാണക്യനീതി: സ്വന്തം ബന്ധുക്കളിൽ നിന്നും മറച്ചുവെക്കേണ്ട 5 കാര്യങ്ങൾ. സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഒരു ഘോരവനത്തിൽ മരം വെട്ടാൻ കോടാലി വരുമ്പോൾ ആ മരത്തിന് ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇരുമ്പിന്റെ കോടാലി കൊണ്ട് വെട്ടുന്നതല്ല അതിന് വേദന നൽകുന്നത്, മറിച്ച് ആ കോടാലിയുടെ പിന്നിലുള്ള മരപ്പിടി സ്വന്തം കുടുംബത്തിന്റെ ഭാഗമാണല്ലോ എന്നോർത്താണ്. ആ മരപ്പിടി അതിന്റെ തന്നെ സ്വന്തം കൊമ്പാണ്. ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, പുറത്തുനിന്നുള്ള ശത്രുക്കൾക്ക് ഒരിക്കലും ഒരു മനുഷ്യനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നു. പുറത്തുള്ള ശത്രുക്കൾ ശരീരത്തിൽ മാത്രമേ മുറിവേൽപ്പിക്കൂ, എന്നാൽ വീടിനുള്ളിലിരിക്കുന്ന ശത്രുക്കൾ നേരിട്ട് ആത്മാവിലാണ് പ്രഹരിക്കുന്നത്. ചരിത്രം ഇതിന് സാക്ഷിയാണ്. ലങ്കയ്ക്ക് തീയിട്ടത് പുറത്തുനിന്നുള്ള ആരുമായിരുന്നില്ല, അത് സ്വന്തം വീട്ടിലെ വിഭീഷണനായിരുന്നു. അതുപോലെ മഹാഭാരത യുദ്ധമുണ്ടാക്കിയത് ഒരു വിദേശിയായിരുന്നില്ല, സ്വന്തം അമ്മാവനായ ശകുനിയായിരുന്നു. ഇന്ന് നമ്മൾ വളരെ കൈപ്പേറിയ ഒരു സത്യത്തെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ബന്ധുക്കളെയും അമ്മാവൻ, അമ്മായി, ചിറ്റപ്പൻ, കസിൻസ് എന്നിവരെയുമൊക്കെ നമ്മുടെ ഏറ്റവും വലിയ അഭ്യുദയകാംക്ഷികളായി കണക്കാക്കുന്നു. നമ്മൾ വൈകാരികമായി അവരുടെ മുന്നിൽ നമ്മുടെ ഹൃദയം തുറക്കുന്നു. എന്നാൽ പാമ്പ് കടിച്ചാൽ വൈദ്യന്റെ അടുത്ത് ചികിത്സയുണ്ട്, പക്ഷേ സ്വന്തം ചോരയിലുള്ളവർ തന്നെ അസൂയ വെച്ചുപുലർത്തിയാൽ ലോകത്തൊരു ഡോക്ടർക്കും അതിന് ചികിത്സ നൽകാനാവില്ല എന്നാണ് ചാണക്യനീതി പറയുന്നത്. നിങ്ങളുടെ ജീവിതം നശിച്ചുപോകാതിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. സ്വന്തം ബന്ധുക്കളിൽ നിന്നുപോലും, അതെ, സ്വന്തം ബന്ധുക്കളിൽ നിന്നുപോലും ജീവനേക്കാൾ വിലമതിച്ച് നിങ്ങൾ മറച്ചുവെക്കേണ്ട ആ 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്ന ചാണക്യനീതിയുടെ ആ അധ്യായം ഇന്ന് നമ്മൾ തുറക്കുകയാണ്. 1. നിങ്ങളുടെ യഥാർത്ഥ വരുമാനവും സമ്പാദ്യവും രഹസ്യമായി സൂക്ഷിക്കുക. ഇത് മനസ്സിലാക്കാൻ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ കഥ പറഞ്ഞുതരാം. ഒരു ഗ്രാമത്തിൽ 2 സഹോദരന്മാരുണ്ടായിരുന്നു. 2 പേരും പണം സമ്പാദിക്കാൻ നഗരത്തിലേക്ക് പോയി. ഒരു സഹോദരൻ വളരെ പാവവും നിഷ്കളങ്കനുമായിരുന്നു. അയാൾക്ക് പ്രൊമോഷൻ ലഭിക്കുമ്പോഴോ ശമ്പളം വർദ്ധിക്കുമ്പോഴോ എല്ലാം സന്തോഷം കൊണ്ട് അയാൾ ഉടൻ തന്നെ ഗ്രാമത്തിലെ ബന്ധുക്കളെ വിളിച്ച് പറയുമായിരുന്നു, "അമ്മാവ, എന്റെ വരുമാനം ഇപ്പോൾ ഇരട്ടിയായി. ഞാൻ നഗരത്തിൽ ഒരു പ്ലോട്ട് വാങ്ങി" എന്നൊക്കെ അവൻ പറയും. അവർ തന്റെ സ്വന്തം ആളുകളാണെന്നും തന്റെ സന്തോഷത്തിൽ അവർ പങ്കുചേരുമെന്നും അവൻ കരുതി. എന്നാൽ രണ്ടാമത്തെ സഹോദരന് ചാണക്യന്റെ ബുദ്ധിയാണുണ്ടായിരുന്നത്. അവൻ ആദ്യത്തെ ആളേക്കാൾ കൂടുതൽ സമ്പാദിച്ചിരുന്നു. എന്നാൽ ഗ്രാമത്തിൽ വരുമ്പോഴെല്ലാം അവൻ പഴയ വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. "മോനെ, നീ എത്രമാത്രം സമ്പാദിക്കുന്നുണ്ട്?" എന്ന് ബന്ധുക്കൾ ചോദിക്കുമ്പോൾ അവൻ എപ്പോഴും ഒരു സങ്കടമുഖം ഭാവിക്കുകയും ഇങ്ങനെ പറയുകയും ചെയ്യും, "എന്തൊക്കെയോ നടന്നുപോകുന്നു അമ്മാവ. നഗരത്തിൽ നല്ല ചിലവാണ്, ഒന്നും മിച്ചം പിടിക്കാൻ കഴിയുന്നില്ല." ഇതിന്റെ ഫലം എന്തായെന്ന് നോക്കൂ. തന്റെ വരുമാനത്തെക്കുറിച്ച് കൊട്ടിഘോഷിച്ച ആദ്യത്തെ സഹോദരൻ പതുക്കെ പതുക്കെ ബന്ധുക്കളുടെ കണ്ണിലെ കരടായി മാറി. ഇന്നലെ വന്ന ഈ പയ്യൻ എങ്ങനെ നമ്മളെക്കാൾ മുന്നിലെത്തി എന്ന് അവർ ചിന്തിക്കാൻ തുടങ്ങി. ഇന്നലെ വരെ അവനെ സ്നേഹിച്ചിരുന്ന ബന്ധുക്കൾ ഇന്ന് അവന്റെ പുറകിൽ കുറ്റം പറയാൻ തുടങ്ങി. ചിലർ അവനോട് കടം ചോദിച്ചു. ചിലർ പറഞ്ഞു, "എന്റെ മകളുടെ കല്യാണമാണ്, ഒരു 2 ലക്ഷം രൂപ തരണം. കൊടുത്താൽ അവന് നഷ്ടം, കൊടുത്തില്ലെങ്കിൽ അവൻ മോശക്കാരൻ." നോക്കി നിൽക്കെ അവന്റെ സമ്പാദ്യം തീർന്നു, ബന്ധങ്ങളും വഷളായി. മറുവശത്ത് വരുമാനം മറച്ചുവെച്ച രണ്ടാമത്തെ സഹോദരൻ സമാധാനത്തോടെ സമ്പന്നനായിക്കൊണ്ടിരുന്നു. അവൻ തങ്ങളെപ്പോലെ തന്നെയുള്ള ഒരാളാണെന്നാണ് ബന്ധുക്കൾ കരുതിയത്. അതുകൊണ്ട് ആരും അവനോട് അസൂയപ്പെട്ടില്ല, ആരും കടവും ചോദിച്ചില്ല. അവൻ പണവും കുടുംബവും ഒരുപോലെ സംരക്ഷിച്ചു. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ സങ്കടപ്പെടുന്നതാണ് മനുഷ്യന്റെ സ്വഭാവം. എന്നാൽ മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോൾ അവന് 100 ഇരട്ടി ദുഃഖമാണുണ്ടാകുന്നത്. നിങ്ങളുടെ കാർ അവരുടേതിനേക്കാൾ വലുതാണെന്നും നിങ്ങളുടെ കുട്ടികൾ അവരെക്കാൾ നല്ല സ്കൂളിലാണ് പഠിക്കുന്നതെന്നും കാണുമ്പോൾ അവരുടെ മനസ്സിൽ അദൃശ്യമായ ഒരു വിഷം നിറയും. അവർ മുഖത്ത് നോക്കി മധുരമായി സംസാരിക്കും, എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ അവരുടെ കണ്ണുകിട്ടും. കല്ലിന് പോലും കണ്ണുകിട്ടുമെങ്കിൽ മനുഷ്യന്റെ കാര്യമെന്താണ്? അതിനാൽ ബന്ധുക്കളുടെ മുന്നിൽ എപ്പോഴും ഒരു സാധാരണക്കാരനായി നിൽക്കുക. നിങ്ങളുടെ യഥാർത്ഥ ബാങ്ക് ബാലൻസ് നിങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തുക. ഇതിലാണ് നിങ്ങളുടെ സുരക്ഷ. 2. നിങ്ങളുടെ അടുത്ത ചുവടുവെപ്പ് അല്ലെങ്കിൽ ഭാവി പദ്ധതികൾ. നിങ്ങളുടെ വിജയത്തിന്റെ അടിസ്ഥാനമായ രണ്ടാമത്തെ കാര്യം ഇതാണ്. ചാണക്യന്റെ വളരെ പ്രശസ്തമായൊരു ശ്ലോകമുണ്ട്, "മനസാ ചിന്തിതം കാര്യം വാചാ നൈവ പ്രകാശയേത്." അതായത്, നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം പൂർത്തിയാകുന്നതുവരെ അത് വാക്കുകളിലൂടെ പുറത്തു പറയരുത്. നമ്മളിൽ 90% ആളുകളും ഈ തെറ്റ് ചെയ്യുന്നു. നിങ്ങളൊരു പുതിയ ബിസിനസ് ആരംഭിക്കാൻ പോകുകയാണെന്നോ, വിദേശത്തേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണെന്നോ, വലിയൊരു സ്ഥലം വാങ്ങാൻ പോകുകയാണെന്നോ ഇരിക്കട്ടെ, നമ്മളൊരു കല്യാണത്തിനോ പാർട്ടിക്കോ പോകുമ്പോൾ ആവേശത്തിൽ ഇതെല്ലാം ബന്ധുക്കളോട് വിളിച്ചു പറയും. അങ്ങനെ പറയുന്ന നിമിഷം തന്നെ നിങ്ങൾ നിങ്ങളുടെ വിജയത്തിന്റെ കഴുത്ത് ഞെരിക്കുകയാണ്. എന്തുകൊണ്ട്? കാരണം നമ്മുടെ സമൂഹത്തിന് ഒരു ഞണ്ട് ചിന്താഗതി, ക്രാബ് മെന്റാലിറ്റിയാണുള്ളത്. ഒരു ഞണ്ട് പാത്രത്തിൽ നിന്ന് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ മറ്റ് ഞണ്ടുകൾ അതിനെ തള്ളിക്കയറ്റുകയല്ല, പകരം അതിന്റെ കാലിൽ പിടിച്ച് താഴേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത്. ബന്ധുക്കൾ പലപ്പോഴും ആ ഞണ്ടുകളെപ്പോലെയാണ്.
നിങ്ങൾ വലിയ എന്തെങ്കിലും ചെയ്യാൻ പോകുകയാണെന്നറിയുമ്പോൾ അവർ നിങ്ങളെ ഭയപ്പെടുത്താൻ തുടങ്ങും. മോനെ, ഇപ്പോൾ മാർക്കറ്റ് വളരെ മോശമാണ്, ഈ പണി ചെയ്യരുത്, നിന്നെക്കൊണ്ട് ഇതൊന്നും സാധിക്കില്ല എന്നൊക്കെ അവർ പറയും. നിങ്ങളെ തളർത്തുന്ന നെഗറ്റീവ് ചിന്തകൾ അവർ നിങ്ങളുടെ തലയിൽ നിറയ്ക്കും. ഇതെല്ലാം സ്നേഹം നടിച്ചുകൊണ്ടായിരിക്കും അവർ പറയുക. പക്ഷേ നിങ്ങൾ അവരെക്കാൾ മുകളിലെത്താൻ അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഒരു വിത്ത് മരമാകണമെങ്കിൽ അത് മണ്ണിനടിയിൽ ഇരുട്ടിൽ രഹസ്യമായിരിക്കണം. വിത്ത് എത്രത്തോളം വളർന്നു എന്ന് കാണാൻ നിങ്ങളത് വീണ്ടും വീണ്ടും കുഴിച്ച് പുറത്തെടുത്താൽ അതൊരിക്കലും ഒരു മരമാകില്ല, അത് നശിച്ചുപോകും. അതുപോലെ നിങ്ങളുടെ സ്വപ്നങ്ങളെയും ആളുകളുടെ കണ്ണുകളിൽ നിന്ന് അകറ്റി ഇരുട്ടിൽ വളർത്താൻ പഠിക്കുക. നിങ്ങൾ വിജയിക്കുമ്പോൾ, എല്ലാം പൂർത്തിയാകുമ്പോൾ ലോകമത് സ്വയം അറിയട്ടെ. 3. വീടിനുള്ളിലെ വഴക്കുകളും തർക്കങ്ങളും. ഇന്ന് ആയിരക്കണക്കിന് കുടുംബങ്ങളെ തകർത്ത മൂന്നാമത്തെ കാര്യം ഇതാണ്. ചാണക്യൻ പറയുന്നു, സ്വന്തം വീടിന്റെ രഹസ്യങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്നവനാണ് ഏറ്റവും വലിയ വിഡ്ഢി. എല്ലാ വീടുകളിലും പാത്രങ്ങൾ കൂട്ടിമുട്ടുമ്പോൾ ശബ്ദമുണ്ടാകും. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാകും. അച്ഛനും മകനും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. ഇത് ലോകത്തിലെ ഏറ്റവും സ്വാഭാവികമായ സത്യമാണ്. എന്നാൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് എന്താണ്? നമുക്ക് ദേഷ്യം വരുമ്പോഴോ അല്ലെങ്കിൽ സങ്കടം കുറയ്ക്കാനോ നമ്മൾ ഫോണെടുത്ത് സ്വന്തം ബന്ധുക്കളോട് ഇതെല്ലാം വിളിച്ചു പറയുന്നു. അവർ നമ്മുടെ ആളുകളാണെന്നും അവർ നമ്മളെ മനസ്സിലാക്കുമെന്നും നമ്മൾ കരുതുന്നു. എന്നാൽ ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധമാണ്. നിങ്ങൾ അവരോട് പരാതി പറയുമ്പോൾ അവർ നിങ്ങളുടെ മുന്നിൽ വളരെ സങ്കടം നടിക്കും. എന്നാൽ സത്യത്തിൽ അവർ ഉള്ളിന്റെ ഉള്ളിൽ സന്തോഷിക്കുകയാണ്. അവർക്ക് പരദൂഷണം പറയാനുള്ള വക ലഭിച്ചു. ഫോൺ വെച്ചയുടൻ അവർ നിങ്ങളുടെ വാക്കുകളിൽ ഉപ്പും മുളകും പുരട്ടി കുടുംബം മുഴുവൻ പരത്തും. നോക്കി നിൽക്കെ നിങ്ങളുടെ വീടിന്റെ മാനം 4 ചുവരുകൾക്ക് പുറത്തുകടന്ന് കവലയിൽ ലേലം ചെയ്യപ്പെടും. ഓർക്കുക, ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുമായോ ഭർത്താവുമായോ വഴക്കുണ്ടായിട്ടുണ്ടാകാം. നാളെ വൈകുന്നേരത്തോടെ നിങ്ങളത് മറന്നൊന്നാകും. എന്നാൽ ആ ബന്ധുക്കൾ അത് മറക്കില്ല. അവർ ആ വഴക്ക് അവരുടെ മനസ്സിൽ റെക്കോർഡ് ചെയ്യുകയും ഭാവിയിൽ അവസരം ലഭിക്കുമ്പോഴെല്ലാം നിങ്ങളെ പരിഹസിക്കുകയും ചെയ്യും. അതുകൊണ്ട് വീടിന്റെ വാതിൽ തുറക്കുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടാണെന്നും നമ്മൾ സന്തോഷത്തിലാണെന്നും മാത്രമേ ലോകം കാണാവൂ. രഹസ്യങ്ങൾ പുറത്തുപോകാത്ത ചുവരുകൾക്ക് കരുത്തുള്ള വീടിനെ തകർക്കാൻ ഒരു ബാഹ്യശക്തിക്കും കഴിയില്ല. 4. നിങ്ങളുടെ ബലഹീനതകൾ അല്ലെങ്കിൽ പഴയ രഹസ്യങ്ങൾ. നിങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്ന 4ാമത്തെ കാര്യം ഇതാണ്. ചാണക്യനീതി പറയുന്നു, നിങ്ങളുടെ ഏറ്റവും വലിയ ബലഹീനത ഒരിക്കലും മറ്റൊരാളുടെ കൈകളിൽ ഏൽപ്പിക്കരുത്. എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലും ബലഹീനതയോ ഭയമോ മോശം ശീലങ്ങളോ ഭൂതകാലത്തിൽ ചെയ്ത തെറ്റുകളോ ഉണ്ടാകും. നമ്മൾ പലപ്പോഴും വികാരങ്ങൾക്ക് അടിമപ്പെട്ടോ അല്ലെങ്കിൽ വളരെ അടുപ്പം തോന്നുമ്പോഴോ ഈ രഹസ്യങ്ങൾ അടുത്ത ബന്ധുക്കളോട് പറയും. എന്നാൽ കാലം മാറാൻ അധികം സമയം വേണ്ട എന്ന് ചാണക്യൻ പറയുന്നു. ഇന്ന് നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളായിട്ടുള്ളവൻ നാളെ ഒരു തുണ്ട് ഭൂമിക്കോ പണത്തിനോ വേണ്ടി നിങ്ങളുടെ ശത്രുവായി മാറിയാൽ എന്ത് സംഭവിക്കും? ആ ബന്ധു ആദ്യം നിങ്ങളുടെ ആ രഹസ്യത്തെയാണ് ആയുധമാക്കുക. നിങ്ങൾ അവനോട് സ്വയം പറഞ്ഞ നിങ്ങളുടെ അതേ ബലഹീനതയെ വെച്ച് കുടുംബത്തിനു മുന്നിൽ വെച്ച് അവൻ നിങ്ങളെ ആക്രമിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ബന്ധുവിനോടല്ല, നിങ്ങളോട് തന്നെയാകും ദേഷ്യം വരിക. അതിനാൽ ബുദ്ധിമാനായിരിക്കുക. ഒരു ആമയെപ്പോലെയാകുക. ആമ അപകടം തിരിച്ചറിയുമ്പോൾ അതിന്റെ മൃദുവായ അവയവങ്ങളെ എങ്ങനെ കട്ടിയുള്ള തോടിനുള്ളിൽ ഒളിപ്പിക്കുന്നുവോ അതുപോലെ നിങ്ങളുടെ ബലഹീനതകളെ മറച്ചുവെക്കുക. നിങ്ങളുടെ ബലഹീനതകൾ ദൈവത്തോട് മാത്രം പറയുക, അല്ലെങ്കിൽ നിങ്ങളോട് തന്നെ പറയുക. ഒരിക്കലും മൂന്നാമതൊരാളോട് പറയരുത്. കാരണം ദൈവം ക്ഷമിക്കും, പക്ഷെ മനുഷ്യൻ നിങ്ങളെ ഒരു കോമാളിയാക്കും. 5. ചെയ്ത ദാനവും സഹിച്ച അപമാനവും. നിങ്ങളുടെ അന്തസ്സ് കാത്തുസൂക്ഷിക്കുന്ന 5ാമത്തെയും അവസാനത്തെയും കാര്യം ഇതാണ്. ആദ്യം സഹിച്ച അപമാനത്തെക്കുറിച്ച് സംസാരിക്കാം. ഓഫീസിലോ സുഹൃത്തുക്കൾക്കിടയിലോ ആരെങ്കിലും നിങ്ങളെ അപമാനിക്കുകയോ കൈപ്പേറിയ വാക്കുകൾ പറയുകയോ ചെയ്താൽ വീട്ടിൽ വന്ന് അതൊരിക്കലും ബന്ധുക്കളോട് പറയരുത്. സഹതാപം ലഭിക്കാനായി നമ്മളിത് പറയുമ്പോൾ അവർ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് നമ്മൾ കരുതുന്നു. എന്നാൽ അവർ നിങ്ങളുടെ പുറകിൽ നിങ്ങളെ പരിഹസിക്കുകയാണ് ചെയ്യുക. നിങ്ങളൊരു ദുർബലനാണെന്നും നിങ്ങൾക്ക് യാതൊരു വിലയുമില്ലെന്നും അവർ കരുതും. അപമാനിക്കപ്പെട്ട കാര്യം എല്ലാവരോടും പറഞ്ഞു നടക്കുന്നവനെ ലോകം കൂടുതൽ അപമാനിക്കും. ആ കയ്പുനീർ ഇറക്കുക. അതിനെ നിങ്ങളുടെ ശക്തിയാക്കി മാറ്റുക. ഇന്ന് നിങ്ങളെ അപമാനിക്കുന്നവർ നാളെ നിങ്ങളെ കാണാൻ കൊതിക്കുന്ന തരത്തിൽ സ്വയം വളരുക. 2ാമത്തെ കാര്യം ദാനമാണ്. നിങ്ങൾ ആരെയെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതും രഹസ്യമായി സൂക്ഷിക്കുക. നിങ്ങൾ മറ്റുള്ളവരെ സഹായിച്ച കാര്യം ബന്ധുക്കളോട് പറഞ്ഞാൽ അവർ നിങ്ങളെ പ്രശംസിക്കില്ല. പകരം മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഇവന്റെ കയ്യിൽ ഒരുപാട് പണമുണ്ട്, വലിയ ദാനശീലനാണവൻ, പക്ഷെ നമ്മൾ ചോദിച്ചപ്പോൾ തന്നില്ല എന്നവർ പറയും. നിങ്ങളുടെ നന്മയിൽ പോലും അവർ തിന്മ കണ്ടെത്തും. അതുകൊണ്ട് നന്മ ചെയ്യുക, അത് മറന്നേക്കുക. ഉപസംഹാരം. സുഹൃത്തുക്കളെ, ഇവയാണ് ചാണക്യൻ പറഞ്ഞ ആ 5 കാര്യങ്ങൾ. നിങ്ങളുടെ യഥാർത്ഥ വരുമാനം, നിങ്ങളുടെ ഭാവി പദ്ധതികൾ, കുടുംബവഴക്കുകൾ, നിങ്ങളുടെ ബലഹീനതകൾ, നിങ്ങളുടെ അപമാനം. ഇവയൊരു ഇരുമ്പ് പെട്ടിയിലാക്കി പൂട്ടി താക്കോൽ കടലിലെറിയുക.
ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം വരാം. അങ്ങനെയെങ്കിൽ നമ്മൾ ബന്ധുക്കളുമായുള്ള ബന്ധം വിച്ഛേദിക്കണമെന്നാണോ? അവരോട് സംസാരിക്കുന്നത് നിർത്തണമെന്നാണോ? ഒരിക്കലുമല്ല. സമൂഹത്തിൽ ജീവിക്കാൻ ബന്ധങ്ങൾ അനിവാര്യമാണെന്ന് ചാണക്യൻ പറയുന്നു. നിങ്ങൾ എല്ലാവരുമായുള്ള ബന്ധം വിച്ഛേദിച്ചാൽ നിങ്ങൾ ഒറ്റപ്പെടും. നിങ്ങൾ നയതന്ത്രപരമായി, അതായത് ബുദ്ധിയോടെ പ്രവർത്തിക്കണം. ബന്ധുക്കളെ കാണുക, അവരോട് മധുരമായി സംസാരിക്കുക, അവരുടെ സുഖദുഃഖങ്ങളിൽ ഒപ്പം നിൽക്കുക. എന്നാൽ നിങ്ങളുടെ മനസ്സിന്റെ വാതിലുകൾ അവർക്കായി എപ്പോഴും അടച്ചിടുക. നമ്മുടെ വായിൽ 32 പല്ലുകൾക്കിടയിലാണ് നാവിരിക്കുന്നത്. പല്ലുകൾക്ക് എപ്പോൾ വേണമെങ്കിലും നാവിനെ കടിക്കാം. എന്നാൽ നാവ് എത്ര മിടുക്കിയാണെന്നോ, അത് പല്ലുകൾക്കിടയിൽ സുരക്ഷിതമായി ഇരിക്കുകയും സ്വന്തം ജോലി കൃത്യമായി ചെയ്യുകയും ചെയ്യുന്നു. അസൂയാലുക്കളായ ബന്ധുക്കൾക്കിടയിൽ നിങ്ങളും ആ നാവിനെപ്പോലെയായിരിക്കണം. പുറമേ തുറന്ന പുസ്തകം പോലെ മൃദുവായിരിക്കുക, എന്നാൽ ഉള്ളിൽ നിങ്ങളെ ആർക്കും വായിക്കാൻ കഴിയാത്ത വിധം ജാഗ്രതയുള്ളവരായിരിക്കുക. ഇതാണ് വിജയത്തിന്റെ യഥാർത്ഥ മന്ത്രം. ഈ കാര്യങ്ങൾ രഹസ്യമായി വെക്കാൻ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ പാതി പ്രശ്നങ്ങളും തടസ്സങ്ങളും താനെ അവസാനിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. സുഹൃത്തുക്കളെ, നിങ്ങളും ഏതെങ്കിലും അടുത്ത ബന്ധുവിനെ വിശ്വസിക്കുകയും അവർ നിങ്ങളുടെ വിശ്വാസം തകർക്കുകയും ചെയ്ത അനുഭവമുണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ അനുഭവം തീർച്ചയായും കമന്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ കഥ മറ്റൊരാളെ വഞ്ചിക്കപ്പെടുന്നതിൽ നിന്ന് രക്ഷിച്ചേക്കാം. ആചാര്യ ചാണക്യന്റെ കൈപ്പേറിയതെങ്കിലും സത്യസന്ധമായ ഈ വാക്കുകൾ നിങ്ങളുടെ കണ്ണുകൾ തുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും വിളിച്ചു പറയുന്ന നിങ്ങളുടെ നിഷ്കളങ്കരായ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ജയ് ഹിന്ദ്.